രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിനെ സിപിഎം എതിർക്കുന്നത് ബിജെപിയെ സഹായിക്കാനാണെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതിനെ സിപിഎം എതിർക്കുന്നത് ബിജെപിയെ സഹായിക്കാനാണെന്നാണ് എൻ.കെ. പ്രേമചന്ദ്രൻ പറയുന്നത്. വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെതിരെ അപകീർത്തിപരമായ പ്രത്യാക്രമണം നടത്തി സിപിഎം ബിജെപിയെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് കൊല്ലം പാർലമെന്റ് UDF സ്ഥാനാർത്ഥി എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളിയായി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന കാരണത്താൽ ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്നുള്ള കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ UDF നേതൃത്വത്തിൻ്റെയും നിർദ്ദേശം രാഹുൽ ഗാന്ധി പരിഗണിച്ചാൽ, അനുകൂലമായി നിലപാട് സ്വീകരിച്ചാൽ അതൊരു നല്ല കാര്യമായിരിക്കും. സന്തോഷത്തോടു കൂടി ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. മാത്രവുമല്ല, രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് കേരളത്തിന് അഭിമാനമല്ലേ? ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾക്കും നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുമെതിരായി ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ, ചെറുക്കാൻ, പ്രത്യാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഭാവി പ്രധാനമന്ത്രിയായി BJP ഒഴികെ മറ്റെല്ലാവരും വിശ്വസിക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ഇത്രയേറെ അസഹിഷ്ണുത CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട വല്ല കാര്യവുമുണ്ടോ? സംഘി എന്ന് പറയുന്നത് ആരാണ്? രാഹുൽ ഗാന്ധിയെപ്പോലെ സംഘി വിരുദ്ധ രാഷ്ട്രീയത്തിന്, വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ പ്രത്യാക്രമിക്കുക എന്ന് പറയുമ്പോൾ BJPയെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പരോക്ഷമായി BJPയെ സഹായിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അപകീർത്തികരമായി ചിത്രീകരിക്കുക. എതിർക്കുന്നത് രാഷ്ട്രീയമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും CPMൻ്റെ രാഷ്ട്രീയവും വേറെയാണ്. കേരളത്തിൽ മത്സരിക്കുന്നവരാണ്. ആ എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളിട്ട് അദ്ദേഹത്തെ അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും BJPയെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം എന്ന KPCCയുടെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിച്ചാൽ തങ്ങളതിനെ സസന്തോഷം സ്വാഗതം ചെയ്യുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. BJPയും CPMും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് താൻ സംശയിക്കുന്നതായും, തിരുവനന്തപുരം സീറ്റിൽ ശശി തരൂരിനെ പരാജയപ്പെടുത്തിയാൽ കൊല്ലം ലോക്സഭാ സീറ്റിൽ CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്ന് CPMും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്നും സംശയിക്കുന്നതായും പ്രേമചന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.